ഇന്ന് നമ്മുടെ ടോപ്പിക് വികസിത തിരുവനന്തപുരം, ഹൗ ടു ബിൽഡ് എ പ്രോസ്പെറസ് ഓൺട്രപ്രനറിയൽ ക്യാപിറ്റൽ എന്നാണ്. വേദിയിലിരിക്കുന്ന മൂവരെയും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും രാജ്മോഹൻ പിള്ളൈ സാർ, വീറ്റ ഗ്രൂപ്പ്, ജയശങ്കർ പ്രസാദ് സാർ MD ആണ് സർ, ആൻഡ് വിനയ് ബാലകൃഷ്ണൻ സർ തൂഷൻ്റെ ഫൗണ്ടറാണ്. സർ, എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ആദ്യം രാജ്മോഹൻ പിള്ളൈ സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ബീറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു വളരെ വലിയ ബിസിനസ് ഹിസ്റ്ററി സ്റ്റോറി സാറിന് എപ്പോഴും പറയാറുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ബേസ് ചെയ്ത് ബിസിനസ് നടത്തുന്ന നട്കിങ്ങും പോലെയുള്ള ബ്രാൻഡ്സുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഹൗ ടു ബിൽഡ് എ പ്രോസ്പെറസ് ഓൺട്രപ്രനറിയൽ ക്യാപിറ്റൽ, ഓൺട്രപ്രനറിയൽ ക്യാപിറ്റൽ അല്ല, പ്രോസ്പെറസ് ഓൺട്രപ്രനറിയൽ ക്യാപിറ്റൽ എന്നുള്ളതിൽ തിരുവനന്തപുരം എത്ര മുന്നോട്ട് പോയി എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? താങ്ക് യു സോ മച്ച്. ട്രിവാൻഡ്രം ഡെഫിനറ്റ് ആയിട്ട് മുമ്പസോട്ട് പോയിട്ടുണ്ട്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ നമ്മളുടെ ട്രിവാൻഡ്രം 30 years ബാക്കും ഇപ്പോഴോ അതോ 60 years ബാക്കും ഇപ്പോഴോ ആയിട്ട് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രിവാൻഡ്രത്തിനെ പറ്റി കാണേണ്ടത് ഈസ് ഇറ്റ്സ് സോൾ. ആ എല്ലാ സിറ്റീസ് ആക്ച്വലി ഹാസ് എ സോൾ. ആ സോൾ അല്ലാതെ നമ്മൾ ഏത് ഡെവലപ്മെൻറ്റ് നടത്തിയാലും I believe that it will create a problem. ഈ ബിൽഡിങ്സും ഈ ബിസിനസ്സും അല്ല ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ സോള്. വി ഹാവ് ലോട്ട്സ് ഓഫ് ബ്യൂട്ടിഫുൾ പ്ലേസസ്, നല്ല ക്വാളിറ്റി തിങ്കിങ് സ്പേസ് ഉള്ള ഒരു സ്ഥലം, വേർ വി ക്യാൻ ആക്ച്വലി ഡു extremely intelligent things. But a global business of 25,000 people with we will be crossing $5 billion this year. അത് എനിക്ക് ട്രിവാൻഡ്രത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. അപ്പം ദി ക്വാളിറ്റി ഓഫ് ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പോലെ വളരെ കുറച്ച് സിറ്റീസേ ഉള്ളൂ വേൾഡ് വൈഡ്. പക്ഷെ അതിപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നോന്ന ക്വസ്റ്റ്യൻ. ഒരു AR റഹ്മാൻ ഇരുന്ന് ഒരു എബിലിറ്റി ടു മേക്ക് എ മ്യൂസിക് ഒരു സ്ഥലത്ത് ഒരു സ്പേസ് കൊടുക്കുന്ന ദി ഇമ്പാക്റ്റ് ഇസ് ഫാർ ഹയർ ദാൻ 100 buildings കമ്മിങ് അപ്പ്. ആ ഒരു കോൺസെപ്റ്റാ ഇവിടെ നമ്മളിപ്പോൾ തെറ്റിക്കുന്നത്. ബൈ എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ ബിൽഡിങ്സ് ടു കം അപ്പ്, മോർ ആൻഡ് മോർ റെസ്റ്റോറൻറ്റ്സ് ടു കം അപ്പ്, എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് പോകുന്നതും തിരിച്ചു വരുന്നതും ഒരു എബിലിറ്റി ടു ഡു എ ബിസിനസ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിന് പകരം നമ്മൾ ശരിക്കുള്ള സോള് നമ്മൾ സെർച്ച് ചെയ്ത ലൈക്ക് ബാംഗ്ലൂർ പോലെ ആക്കാൻ ആ ട്രിവാൻഡ്രം നോക്കുന്ന വിച്ച് വിൽ ടേക്ക് ഔട്ട് ഇറ്റ്സ് സോൾ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡു നോ ഗുഡ് ടു ദി സിറ്റി. ആ സോള് ട്രിവാൻഡ്രം ഈസ് ലൈക്ക് ദ ബാംഗ്ലൂർ, പണ്ടത്തെ ബാംഗ്ലൂർ. ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് ഇറ്റ് ദ സ്പേസ്, ഗിവ് ഇറ്റ് ദ പീപ്പിൾ, ദ മോസ്റ്റ് biggest entrepreneurs, people who can actually make impact will be from Trivandrum. It has been from Trivandrum for a long period of time. It will continue to be. Ada nammal encourage cheyanda compared to seeing concrete buildings coming up. Got it. Got it. ജയശങ്കർ സാർ, എനിക്ക് സാറിനോട് ഒരു ചോദിക്കാനുള്ള ചോദ്യത്തിന് മുന്നേ ഞാൻ സാറിൻ്റെ ലിങ്ക്ഡിൻ ഒന്ന് എടുക്കുവാണ്. ഐ റിയലി വാണ്ടഡ് ടു ഷെയർ സംതിങ് വിത്ത് ദി ഓഡിയൻസ്. സാറിൻ്റെ ലിങ്ക്ഡിൻ ഞാൻ കടന്നു പോകുമായിരുന്നു. സാറിന് മുന്നേ 10-12 വർഷമായിട്ട് എനിക്കറിയാം. സാർ, യു ഹാവ് സ്റ്റാർട്ടഡ് ആസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ടെൽ ദിസ്. മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് സാർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ യു ആർ വിത്ത് ICC, Kinfra, then Tata Consultancy Services, then ഗവൺമെൻറ്റിൽ തന്നെ സാറ് ഇൻകലിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ദെൻ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു സാർ. അതിനുശേഷം കേരള IT മിഷനിൽ സാർ ഡയറക്ടറായിരുന്നു. ICT അക്കാഡമി ഓഫ് കേരളയുടെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു. ദെൻ സ്പെഷ്യൽ ഓഫീസർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സോൺസ്. Sir, I really need to say that, and the very first CEO of Kerala Startup Mission and the director of IC Force, now K-Phone Managing Director, lot of designations, and now you have added at Center for Management Development Director, right? Sir, കാണാത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് എനിക്കിത് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല. ഒരു പ്രോസ്പെറസ് ഓൺട്രപ്രനറിയൽ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു ജേണിയിൽ
സാർ നമ്മൾ തിരുവനന്തപുരം എത്ര മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് സാറിന് തോന്നുന്നു? You put me between two entrepreneurs and I'm the only one who is not. I started my entrepreneurial journey as a consultant when it was not a big fashion and nobody supported it. And consulting is something which is, there is nothing tangible to show, so no bank will lend at that point of time. It's purely intellectual capital. So I could not survive being a consultant, so I had to take up a regular job. So maybe the last person to talk about entrepreneurship, because I left it and started my own, went for a job. Okay. And the moment you take the comfort of a monthly paid job, then you will never become a consultant. Got it. Take it from me. Got it. So once you are into the security and routine of a monthly paid job, then you will never take the risk of being a consultant. So the consultant, an entrepreneur, sorry, the risk of being an entrepreneur is to, work for a large purpose, not just for the money part of it. So we were just talking about it. And this is what happened when I became CEO of Startup Mission in 2014. Kerala was not in the picture of startups. So we always told the entrepreneur to look at something more tangible, more socially impactful, and a much larger business meaning rather than an immediate short-term gain. So Trivandrum in that sense, fast forward, I remember earlier in 2014, every other person who walked into the room was somebody who made an app. Okay. Mobile apps were the fashion at that point of time. So everybody created a small app. And then you are supposed to fund them. And they all think that it's like mandatory that somebody funds you. So the people will put their money into it, their hard-earned money into it, if they find there's some purpose to it. So the mobile apps have now gone. A lot of other things have come. And now 2026, when we look at it, Trivandrum has changed a lot. Okay. There are more startups who are very impactful. So today if I ask you to name a few startups that's creating impact, people will suddenly talk about a Gen Robotics. Because the purpose is to end manual scavenging. Correct. The idea was not make money. Correct. So we have supported them also even right from that time. Then if you look for more impactful startups, you can have another larger impactful startup which you can hear from the person himself of sustainability part of it. So these are going to be things which have got larger life implications. And such products are coming out of Trivandrum, or at least driven by people from this place. I would also like to tell you a small thing, like in the semiconductor race, there's one company called Netrasamy who's gone up from Trivandrum. He is funded by Government of India under the Design Linked Incentive Scheme. Otherwise, in the ISM 1.0, Kerala is not in the picture. Other than this one company. Now, how did this company start? In 2014, he started as a service company. He built his IP over a period of 10 years. And after 10 years, he forms this product company. So the journey of entrepreneurship, like you said, probably the initial 5-10 years of effort goes unnoticed. Everybody sees only the tip of iceberg, which becomes visible or manifested. So a lot of these companies that you see here in Trivandrum today, which are really coming up, they've all been there for the last 10 years and have been doing X years of donkey work before they could really bring themselves up. And I fully endorse what Sir said in terms of the fabric of the destination. Like Trivandrum has its own fabric. So you don't try to become another bustling city. You are a heritage city. So there is a legacy to it. There's a story to it. So even their industry has a larger than life story of Sri Rajan Pillai to fall back on or live up to, whichever way you want to look at on. So similarly, Trivandrum has a legacy. And I would always say that one of the key strengths of any startup ecosystem today is an intellectual capital. And you talk about higher education institutions, you have ISER, IIST, CET, and any number of them. But how much of their IPs are being converted into commercial product? You want an example? You have the Sri Chitra technology adopted by Sri Balagopal, and then the story of pen pal comes into play. That 30 years back, when
startup was not a fashion. Right? So there are businesses which sprout out here, which grew here. So the intellectual capital building we need to do. And do we have a legacy for it? Yes. I spoke to you about Kantalur Shala, which is known as the Nalanda of South. It's in ruins. We are not recreating it either. So identify your route somewhere where you have strengths on, find out what are the things, like you exactly mentioned about ISRO. So it's there because of a reason. TERLS is there because it's an equatorial rocket launching center and it cannot be taken out somewhere else. Correct, sir. But we don't make use of it. They have 500 plus crores of annual consumption of thing. We don't make anything. It comes from elsewhere. So you want to look at business possibilities, it's all around this place. You want about intellectual capability, that's all around. And you want a legacy, it's also there. Now the point is, how do you put all these things to place and work on areas which are your strengths? And that's what I see. But things have changed. Trivandrum is much better. And where we met, the biggest investor, K.U. Patel, found out Nedabangad as the best place to plant his office. Yeah. So that's it. No more validation needed. Yeah. So no more validation required. It's just action. Yeah. Thank you so much, sir. Vinay sir, ഒരുപാട് നന്ദി വന്നതിന്. വിനയ് സാറിൻ്റെ ഒരു ജേണി വളരെ സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രസകരമാണ്, ചലഞ്ചിങ് ആണ്. സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മളെപ്പോഴും ഇന്നലെ ക്രെഡായുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സദസ്സിലിരുന്നൊരു സുഹൃത്ത് ചോദിച്ചു, സാർ ഈ ഒരുപാട് നോയിഡ ഒന്ന് മെൻഷൻ ചെയ്തു. കാരണം നമ്മൾ ഈ ഫ്ലൈറ്റിൽ വന്നിങ്ങനെ ഡൽഹിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഈ നോയിഡ, ഗ്രേറ്റർ നോയിഡ ഭാഗമൊക്കെ ഫ്ലൈറ്റിൽ നോക്കുമ്പോൾ സാർ ഇങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണോ പല നാടുകൾക്കും ഈ ഇൻഡെക്സ് ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പലതായിരിക്കും. നേരത്തെ സാർ പറഞ്ഞ പോലെ ഇതൊരു ഹെറിറ്റേജ് സിറ്റിയാണ്. തിരുച്ചിറപ്പള്ളി പോയി കഴിഞ്ഞാൽ അതൊരു ഹെറിറ്റേജ് സിറ്റിയാണ്, ഒരുപാട് പാരമ്പര്യമുണ്ട് പറയാനായിട്ട്. അതേസമയം ബാംഗ്ലൂർ അല്ലെങ്കിൽ നോയിഡ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ വേറൊരു രീതിയിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രമാത്രം ഇൻഡസ്ട്രീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന വാക്കിനും ആ വാക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനും, പണ്ട് നമുക്ക് ഇവിടെ പാളയുണ്ടായിരുന്നു. ഇന്ന് ഒരു പാള കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാമിയുടെ മകൻ, അയാളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, ഇന്നൊരു സെഷനിൽ പുള്ളി ഇവിടെ വരുന്നുണ്ട്. അവന് കുഞ്ഞുണ്ടായപ്പോൾ പാള ഞങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷേ പെട്ടെന്ന് വേറെ വീടുകളിൽ പാള കിട്ടാനില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ വെച്ച സാധനമാണ് ആ ജാമ്പയ്ക്ക അങ്ങനെ തൊട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യൂ മാനേജറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ നമ്മുടെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ മുന്നേ ഉള്ള പ്ലാനിൽ ജാമ്പയ്ക്ക അച്ചാർ തപ്പിപ്പോയപ്പോൾ നാഗർകോവിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അറിവിൽ കേരളത്തിന് പുറത്ത് ഈ ജാമ്പയ്ക്ക കിട്ടുന്ന സ്ഥലം എനിക്കറിയില്ല. അതിനും ഇനിയിപ്പോൾ നാഗർകോവിൽ പോകേണ്ട അവസ്ഥ എത്തിയോ എന്നുള്ളത്. നമുക്ക് പൂക്കൾ ഇവിടെ ഒരു അമ്പലത്തിലോ എന്തെങ്കിലും ഇപ്പോൾ ഓണം അല്ലെങ്കിൽ വിഷു ഒക്കെ വരുമ്പോൾ ഒരു മുഴം പൂവിന് 100-150 പൂവാണ്. അതിനും തോവാള പോകണം. നമുക്ക് കുറച്ച് പൂ ഉണ്ടാക്കാനോ കുറച്ച് 10 ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം പേര് കൂടുമ്പോഴാണ് ഒരു കോർപ്പറേഷൻ ആവുന്നത്, അല്ലേ സർ? ഒരു കോർപ്പറേഷനിലുള്ള 10 ലക്ഷം പേർക്ക് ചാമ്പയ്ക്ക് അച്ചാർ കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ സാർ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റൂട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ആ ഒരിടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സാർ, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ സാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റിൽ അടക്കം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇപ്പോഴും ചെയ്യാൻ പറ്റുമോ? അതിനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ തിരുവനന്തപുരത്തിന് ഇപ്പോഴും പാങ്ങുണ്ടോ? ഈ മേഖലയിൽ നിന്ന് വരുന്ന സ്റ്റാർട്ടപ്സിന് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്തു പോകാനായിട്ടുള്ള ഒരു ഇടം തന്നെയാണോ ഇത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാനൊരു ആക്സിഡൻ്റൽ എൻ്റർപ്രണറാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. ഞാൻ കംപ്ലീറ്റ് കോർപ്പറേറ്റ് ലൈഫായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്, ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ CEO ആയിരുന്നു മൊറീഷ്യസിൽ. അങ്ങനെ എനിക്കിപ്പോൾ ഒരു സായിപ്പ് കളിയാക്കി, നിങ്ങൾ ഇന്ത്യക്കാരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, വല്ലവൻ്റെ ടെക്നോളജി എടുത്ത് അടിച്ചു മാറ്റി ചെയ്യാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കൊള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഒരു കുറേ കാലം റിസർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലായത്, നമുക്ക് അഗ്രികൾച്ചർ വേസ്റ്റ് ബേൺ ചെയ്യാനല്ലാതെ അതുകൊണ്ട് വേറൊന്നും ചെയ്യാനുള്ള ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആ ടെക്നോളജി ഇല്ല.
അപ്പം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും വെളിയിൽ കാണുന്നത് വെച്ചാൽ BBC-യോ എന്തെങ്കിലും വെളിയിൽ തുറന്നു കഴിഞ്ഞാൽ ആദ്യം അറിയുന്ന ഇന്ത്യ ആസ് എ ലോട്ട് ഓഫ് വേസ്റ്റ്, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയുന്നു, അത് മുഴുവൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നൊരു ഇമേജ് ഇന്ത്യയെക്കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യണം. അന്ന് നമുക്ക് പ്ലാസ്റ്റിക് ബാനോ ഒന്നും ഇല്ലാത്ത സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു ആവേശം തോന്നി. ആ സായിപ്പിനെ വെല്ലുവിളിക്കാൻ വേണ്ടി എടുത്ത് ചാടിയ ഒരു എൻ്റർപ്രണറായ ആളാണ് ഞാൻ. അല്ലാതെ എനിക്ക് ഫാമിലി വൈസായിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരാൾ പോലും ബിസിനസ്സുകാരില്ല. ഇപ്പോൾ സാറിൻ്റെ മാതിരിയാണെങ്കിൽ ഫാദറൊക്കെ ബിസിനസ്സുകാരാണ്. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടി ഒരു ബിസിനസ്സുകാരനായ ഒരാൾ, ബിസിനസ്സുകാരനാണെന്ന് ഇപ്പം പറയുന്നില്ല, എന്നാലും ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ വന്ന് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഒരു 4-5 കൊല്ലം പല ടൈപ്പ് വേസ്റ്റുകളെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ വൈക്കോല്, അല്ലെങ്കിൽ നെല്ലിൻ്റെ ഉമി, അല്ലെങ്കിൽ നമ്മുടെ ബഗാസ്, ഇങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളും നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ കത്തിച്ച് കളയുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള CSIR-ഉമായിട്ട് കൈകോർത്ത്, CSIR-ന് അന്ന് ഒരു ഐഡിയ പോലും ഇല്ല ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ച്. ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പൈസ അങ്ങോട്ട് കൊടുത്ത് അവരെ കൊണ്ട് ടെക്നോളജി ഉണ്ടാക്കിച്ച് അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മളൊരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്നൊന്നും നമുക്ക് പ്ലാസ്റ്റിക് ബാനും ഇല്ല, ആർക്കും സസ്റ്റൈനബിലിറ്റി ഒരു വിവരവും ഇല്ല. നമ്മൾ വലിച്ചെറിയും, നമ്മൾ ആരും നോബഡി ഈസ് ബോതേർഡ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യമം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയാസം എനിക്കറിയാം, അത്രത്തോളം ബുദ്ധിമുട്ടി. അപ്പോൾ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ഒരു ട്രിവാൻഡ്രത്താണ് പഠിച്ചതും വളർന്നതും. ഏകദേശം 50-55 കൊല്ലമായിട്ട് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫാക്ടറി ഇപ്പോൾ ഉള്ള കോയമ്പത്തൂരാണ്. ഞങ്ങൾ എറണാകുളത്തായിരുന്നു. ഞങ്ങളുടെ ഫാക്ടറി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് ഫാക്ടറിയാണ്. ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയപ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അത് പ്രതീക്ഷിച്ചാണ് ഞാനൊരു ഓട്ടോമേഷന് പോയത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കോവിഡ് സമയത്തൊക്കെ കണ്ടമാനം ബുദ്ധിമുട്ടിയെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് ഒരു യൂട്യൂബർ നമ്മുടെ ഒരു സാധനം ഒന്ന് ഷൂട്ട് ചെയ്തു. അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കാണാൻ ഇടയാവുകയും G20 സമ്മിറ്റിൽ കംപ്ലീറ്റ് ഞങ്ങളുടെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്ലേറ്റ്സും ഞങ്ങളുടെ സ്ട്രോസും ഉപയോഗിച്ചു. അതിനുശേഷമാണ് ആൾക്കാർ അറിയുന്നത്, ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ആക്സിഡൻറ്റ്. ഇപ്പം എന്നെ കളിയാക്കിയ സായിപ്പ് ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഐ എം വെരി സോറി ടു ഹവ് ഇൻസൾട്ടഡ് യു, അറ്റ്ലീസ്റ്റ് യു ഹവ് മെയ്ഡ് സംതിങ്. ഞാനിപ്പോൾ പ്രൗഡായിട്ട് പറയാം, 10 രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സായിപ്പിൻ്റെ നാട്ടിലേക്കും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആർക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്. നിങ്ങൾക്കൊരു ഐഡിയ വേണം, അത് വാലിഡേറ്റ് ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 കൊല്ലം ഇതിൻ്റെ പുറകിൽ. കണ്ടമാനം പേര് ചീത്ത വിളിച്ചെങ്കിലും ഫാമിലിയിലൊക്കെ നമ്മുടെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. സമയം? പ്ലീസ്. ഇത് നെല്ലിൻ്റെ ഉമി കൊണ്ടുള്ള പ്ലേറ്റ്സാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ നെല്ലിൻ്റെ ഉമി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പണ്ട് ഉമിക്കരി ഉണ്ടാവുക ഉപയോഗിക്കുകയായിരുന്നു പണ്ടത്തെ ആൾക്കാർ. അല്ലെങ്കിൽ പണ്ട് സ്വർണ്ണപ്പണിക്കാർ സ്വർണം ഉരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഉമി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സിലിക്ക കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്വർണ്ണപ്പണിക്കാർ ഇത് ഉപയോഗിക്കുന്നത്. ചൂട് നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുത്തു എന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ 3 കൊല്ലം എടുത്തു എന്ന് മാത്രം, എളുപ്പമല്ല. ഇപ്പോൾ വേൾഡിൽ 100% നാച്ചുറലായിട്ട് ഞങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിത് കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ മത്സ്യത്തിന് തീറ്റയായിട്ടോ വളമായിട്ടോ ഉപയോഗിക്കാം. അപ്പം 100% ഒരു സർക്കുലർ എക്കണോമിയാണ് നമ്മളിതിൽ നിന്നും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് അരിപ്പൊടി കൊണ്ടുള്ള സ്ട്രോയാണ്. വേസ്റ്റായി പോകുന്ന, നമ്മൾ മില്ലുകളിൽ നെല്ല് കുത്തുമ്പോൾ കണ്ടമാനം പൊടിഞ്ഞു പോകും. ആ പൊടിഞ്ഞു പോകുന്ന വേസ്റ്റ് മില്ലുകാരുടെ നിന്ന് അവരുടെ കൈയും കാലും പിടിച്ച് അത് ലിക്കർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കൈയും കാലും പിടിച്ച് ആ വേസ്റ്റ് മേടിച്ച് അതിൽ നിന്നുണ്ടാക്കിയാണ് അരിപ്പൊടി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു ഐഡിയ, ഭ്രാന്തമായ ഐഡിയ വേണം. പക്ഷേ അത് നമ്മളൊരു എൻഡിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്കൊരു സക്സസ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ, എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാണ്. സക്സസ് ആയി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഐ എം സ്റ്റിൽ ട്രൈയിങ്.
അപ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ജേണിയാണ്. നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തിടത്തോളം കാലം നമ്മളൊരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നാച്ചുറലി ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും. നമുക്ക് പലരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് മുമ്പോട്ട് പോവുക. തടസ്സങ്ങൾ എന്നും ഉണ്ടാവും. അപ്പോൾ അത് പാർട്ട് ഓഫ് ലൈഫാണ്. പിന്നെ അതിനുള്ള സപ്പോർട്ട് സിസ്റ്റവും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഡോണ്ട് വെയിറ്റ് ഫോർ ഗവൺമെൻറ് ടു സപ്പോർട്ട് യു. അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമായിരിക്കും ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു സോ മച്ച് സർ. ഗിവ് മി എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. കാരണം തിരുവനന്തപുരത്തുകാരോടാണ്. വിനയ് ബാലകൃഷ്ണൻ എന്ന ഒരു തിരുവനന്തപുരത്തുകാരനായ വ്യക്തിക്ക് ഉമിയിൽ നിന്നും നെല്ലിൻ്റെ ഉമിയിൽ നിന്നും ഇത്രയും പ്രോഡക്ട്സ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലേ സർ, കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അതിനെ സെല് ചെയ്ത് ഒരു സർക്കുലർ എക്കണോമി തയ്യാറാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സർ, കമ്മിങ് ബാക്ക് ടു യു രാജ്മോഹൻ സർ. സർ, നമുക്കിവിടെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ആക്ട് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സ്ഥലത്ത് ശശി തരൂർ സാർ ഉണ്ടായിരുന്നു. തരൂർ സാർ എഴുതിയ ഒരു ലേഖനത്തിനെ പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ കേരളം ഇപ്പോഴും ഒരു റെമിറ്റൻസ് എക്കണോമി തന്നെയാണ് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് റെമിറ്റൻസ് എക്കണോമിയിൽ നിന്നും ഒരു ഇന്നൊവേഷൻ എക്കണോമിയായി മാറണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല, നമ്മുടെ സർക്കാരും കാര്യങ്ങളും എല്ലാവരും അതിനെപ്പറ്റി പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ് സർ, നമ്മുടെ ഇപ്പോൾ വാറ് നടക്കുന്നു. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് പ്രധാനമന്ത്രി എല്ലാ മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിക്കുകയും എന്തൊക്കെയോ അവർ വരാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടേറിയ കുറച്ച് നാളുകളെ മറികടക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ ഒരു മാസം അല്ലെങ്കിൽ ആ ഗൾഫ് മേഖലയിൽ ഒരു മാസം നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ പൈസ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളം നിന്ന് പോകുന്ന അല്ലെങ്കിൽ കേരളത്തിലോട്ട് ഒരു റെമിറ്റൻസ് വരുന്നത് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ നിന്ന് പോവോ? അല്ലെങ്കിൽ അപ്പോൾ അതിനെ മറികടക്കാൻ ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ശരി, നമുക്കിവിടെ മാനുഫാക്ചറിങ് ഉണ്ട്, നമുക്കിവിടെ ഇന്നൊവേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന എക്കണമീസ് എന്തൊക്കെയാണ്, പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, മാനുഫാക്ചറിങ് സാധ്യതകൾ എന്തൊക്കെയാണ്, തിരുവനന്തപുരത്ത് അത് എന്തൊക്കെയാണെന്ന് സാറിനൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ട്രിവാൻഡ്രം എന്ന് വന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോഴും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഈ ഗൾഫ് വരുന്നതിൻ്റെ മുമ്പേ വി ഹാഡ് ട്രിവാൻഡ്രം. ഓക്കെ. അപ്പോഴും വി വെർ എ വെരി ഫേമസ് സിറ്റി. ട്രാമഗൂർ, വി ഹാഡ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ്. അന്നും ഈ ഗോൾഡും എല്ലാം ഉണ്ടായിരുന്നു. ദിസ് ഇസ് ഓൺലി വളരെ കൊച്ചൊരു ഫാസ്റ്റിംഗ് സ്പേസ് ടൈമാ ദാറ്റ് പീപ്പിൾ വെൻറ്റ് ദെയർ ടു ആക്ച്വലി വർക്ക് ആൻഡ് സെൻഡ് മണി. The intelligence that a city or the set of people has is to adapt to any situation is extremely high. അത് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, imagine we see that the greenery is still maintained, the space is still maintained. We will have ഓരോരോ വീട്ടിൽ you will have people who make impacts in the world. ഇപ്പം ISRO is something that makes an impact in the world. The fact that everything is not actually manufactured here is not necessarily that it has to be manufactured, because ഓരോരോ മാനുഫാക്ചറിങ്ങിൻ്റെ റോ മെറ്റീരിയലും സാധനങ്ങൾ കിട്ടുന്ന ഓരോരോ സ്ഥലത്തായിരിക്കാം. അപ്പം specialization, let that space take place. But as long as our കാതലായിട്ടുള്ള കാര്യം is Trivandrum base, which like what he said, equator പോകുന്നത്, that which cannot be taken out, ആ കാര്യങ്ങളും the people who are handling that needs to be here. പക്ഷേ this intelligence, ഈ innovationോ intelligenceോ is very similar to art. Art വേണമെങ്കിൽ there is a space and a particular environment that needs to be created. ഇതിൽ ഒരിക്കലും don't ever think that we will have a problem if we have one Ambani ഒരു സ്ഥലത്ത്, ഈ യേശുദാസ് ഒരു സ്ഥലത്ത്, വി എസ് അച്യുതാനന്ദൻ staying in each of the houses in Trivandrum, which is making impact compared to concrete coming up.
അതല്ല, എൻ്റെ ഇതിൽ that is not the soul of Trivandrum. Trivandrum is not designed like Cochin, which has a port, which has a railway station, which has an airport that you can see from one place. ആ സ്ഥലം is designed for that. ഇവിടെ we are trying to artificially, അപ്പോൾ ഇവിടുത്തെ the impact that people from Trivandrum should have should be international, should be all over. അപ്പം ഈ ഒരു process if you can actually build, you will have a very prosperous society. We were already prosperous. It is not as though we were not prosperous. We were already the cleanest place in the day. We had the best drainage system that any city can have. And this is many years back, not that we started. Idella ulla oru city, then what are you trying to prove by putting a different fabric to it എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഫാബ്രിക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത, now you're having a lot of Bengalis coming here, lot of people from Bangalore coming here and doing what? Is it actually contributing to this whole society of Trivandrum? You have to take a decision. ഇത് ഞാനും രഘുവേന്ദ്രൻ നായരും എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. He believes that this concrete's coming up is good. I don't believe that is for Trivandrum. നമ്മൾ ഭയങ്കര all over Kerala is a ecologically very sensitive place. അപ്പം നമ്മൾ ഓരോരോ കൺസ്ട്രക്ഷനോ ഓരോ പ്രാവശ്യം നമ്മൾ ആ ഹില്ല് എന്ന് മണ്ണെടുത്ത് ഇത് റോക്ക് ഉണ്ടാക്കുന്നത് is something that we need to be extremely careful. അതിൻ്റെ impacts can be extremely high. ഇവിടെ ആളുകൾ വന്ന് കൊണ്ടുപോകും people who are so creative. നമ്മൾ തന്നെ മിഡിൽ ഈസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് were as scavengers. Today we are going as doctors, IT professionals all over the world. Idella we have adapted far better than a Bihar or an Orissa. We have actually adapted. Idu thanna because of this place that we are in, which is endowed with good water, great climate. ഇതെല്ലാം വെച്ച് we will keep on creating human beings which are very very talented. They can work anywhere, it doesn't matter, as long as they have a house here and that can actually build. The impact is more important than seeing physical benefits in that place. That is what I believe. Thank you sir. Thank you sir. ജയശങ്കർ sir, ഒരുപാട് വർഷം ഇപ്പോഴും സാർ സർക്കാരുമായിട്ട് ഗവൺമെൻറ് എന്നുള്ളൊരു ബോഡിയുമായിട്ട് സാർ ആ ടേബിളിൻ്റെ ഇപ്പുറം ഇരിക്കുന്ന ആളാണ്. ഈ ഇത്രയും വലിയൊരു ജേണിയിൽ സാറിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ജേണി IT സ്പേസുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ. ഈ രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ IT പാർക്കല്ലേ സാർ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത്. സാർ ഇത്രയും IT ഓൺട്രപ്രണേഴ്സ്, കാരണം ബിഫോർ ടെക്നോ പാർക്ക് ആൻഡ് ആഫ്റ്റർ ടെക്നോ പാർക്ക് എന്ന് പറയാം, ഈ നിമിഷം തീർച്ചയായും നമ്മൾ ഓർക്കേണ്ട ഒരു പേര് G. വിജയരാഘവൻ സാറിൻ്റെയാണ് ആൻഡ് ഹിസ് team. So please give them also a big round of applause, because of them we got Techno Park. So Techno Parkine ശേഷം എനിക്ക് തോന്നുന്നു കേരള സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ പ്രോഡക്റ്റാണ് ഞങ്ങളൊക്കെ. സ്റ്റാർട്ടപ്പ് വില്ലേജ് വന്നതിന് ശേഷമാണ് സ്റ്റാർട്ടപ്പ് മിഷനും അതിനൊരു രീതിയും കാര്യങ്ങളും എല്ലാം വന്നത്. സർ, ഇത്രയും ഓൺട്രപ്രണേഴ്സ്, ഒരുപാട് ഓൺട്രപ്രണേഴ്സ് നമുക്കിപ്പോൾ ഭീമ ഗോവിന്ദൻ സാറുണ്ട്, രാജ്മോഹൻ സാറുണ്ട്, ഇന്നലെ വന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അവരൊരു സൈഡിൽ നിൽക്കണം. മറു സൈഡിൽ ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും ശരിയാവില്ല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറയുന്ന ഒരു സമൂഹം വേറൊരിടത്തും നിൽക്കുന്നു. സർ, ഗവൺമെൻറ്റിനെ എപ്പോഴും പഴി പറയുന്നത് നമുക്കൊരു ശീലമായി പോയി. അത് സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ. പക്ഷെ ഒരു ഓൺട്രപ്രണർ ഒരിക്കലും അങ്ങനെ ആകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സാർ ഒരുപാട് നാൾ ഈ ഗവൺമെൻറ് ഫേസിൽ നിന്നിട്ട് എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സാറിനിപ്പോൾ മനസ്സിലാണ്ടോ ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. സാർ, എന്താണ് അതിനൊരു ഉത്തരം പറയാനായിട്ടുള്ളത്? I sincerely don't have an answer to this. You rightly said there has been a lot of developments, though I really don't buy into the idea of the first IT park nu parnalum adu kazhinju vanna ITPL Bangalore and all has outgrown us. See, understand that it's a volume game, and there is a reason why Bangalore is a Bangalore. There's a reason why NCR is an NCR. So we are not competing. So even when we worked on Kerala Startup Mission, one of my requests to everyone was, don't compare Kerala with any of these states because they are different. Okay. You're comparing different things. So Kerala had its own niche areas where we had a little more deep tech companies coming in, and that's what Startup Mission worked on. So there were entrepreneurs even before Startup Mission, definitely. Correct. We have a lot of big players we have already named. Correct.
And there's a very interesting book by Balagopal sir, which talks about beneath the radar. So he talks about around 50 odd companies in Kerala, which are world largest players in their aspects, but unknown to anyone. So right from VKC to what is that, Dent Care to your up to his own company, Penpol, down here. So all these companies, and including theirs company. And so, but then the point which I'd like to tell you is, a government also can, the best thing government can do is make a policy and do a facilitation. It cannot run a business. Correct. Now, there are areas which needs improvement. Like a lot of things on ground does not happen like what happens on a policy paper. So that's a gap, which we call as an execution gap, which will be there. Beyond which, governments can't do anything. So if Nayatankara has to have a, or rather, let me take this side, we want to build up an entrepreneurial ecosystem. What can government do? It can create a space where entrepreneurs can come and discuss ideas. It can create a physical lab where they can try out something. It can get you a market connect or conduct events or support your events like this. Done. The other things will have to be worked around by the educational institution to give you the talent, the individual entrepreneurs to keep meeting on a regular basis and throw up ideas, look at problems, NGOs and others who can throw up problems to them, and the mentor network to take them forward. So I think that will happen irrespective of government. Government can only facilitate. So I don't have an answer as to what this is like, but then I'll only think that the government's role should only be facilitation. And personally, I've been telling in every Startup Mission forums, it is high time that Kerala Startup Mission becomes a autonomous entity and not driven as a government department. Now they have to let it go. അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഈസ് ഓൾവേസ് എ ഫെസിലിറ്റേറ്റർ. നമുക്ക് ഫെസിലിറ്റേഷൻ കൊടുക്കാൻ മാത്രമേ ഒരു ബോഡിക്ക്, ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ബോഡിക്ക് കഴിയുള്ളൂ. പണിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ പണിയെടുത്തിട്ട് തന്നെയാണ് ഓരോരോ ഓൺട്രപ്രണറും ഓരോരോ രീതിയിൽ എത്തുന്നത്. ഒരു ഹേർഡിൽ കാണുമ്പോഴത്തേക്കും, ഒരു തടസ്സം വരുമ്പോഴത്തേക്കും അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറയുന്നത് അയാൾക്കത് മറികടക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തോട്ട് പോകാത്തത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇത് ചെന്ന് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് പറയാനായിട്ടുള്ള ഒരുപാട് വെന്യൂസ്, സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കം ഒരുപാട് വേദികൾ നമുക്കുണ്ട്. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദാറ്റ്. സർ, അടുത്ത ചോദ്യം വേറൊന്നുമല്ല, നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. തൂഷൻ തിരുവനന്തപുരത്ത് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞങ്ങളുടെ വേറൊരു കൺസെപ്റ്റുണ്ട്, ഒരു വസുദൈവ കുടുംബകം എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലെ അഗ്രികൾച്ചർ വേസ്റ്റ് വെച്ചിട്ട് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാതെ ആ കൺട്രിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാമെന്നൊരു കൺസെപ്റ്റിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ UK ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം കാനഡ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഈ കൺട്രീസിലൊക്കെ അവരുടെ റോ മെറ്റീരിയൽ വേസ്റ്റ് വെച്ചിട്ട് അവിടെ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ. അതിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ടെക്നോളജിയും ട്രെയിനിങ്ങൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഗ്രികൾച്ചർ വേസ്റ്റാണ് എൻ്റെ ഒരു ഏരിയ. നമുക്ക് അഗ്രികൾച്ചർ വേസ്റ്റ് വരെ ഇവിടെ കൂടുതലുള്ള ഫുഡ് വേസ്റ്റാണ്. നമുക്ക് തിന്നുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിനോദം. തിരുവനന്തപുരം മാത്രമല്ല, കേരളം മൊത്തം ഭക്ഷണം കഴിക്കുക. അപ്പം ഫുഡ് വേസ്റ്റ് ഞാൻ ടച്ച് ചെയ്യാറില്ല. ഞാൻ കൂടുതൽ അഗ്രികൾച്ചർ വേസ്റ്റാണ്. ഇവിടെ നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ട്രിവാൻഡ്രത്ത് വളരെ കുറവ് സാധ്യതയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഗോതമ്പ് മുഴുവൻ വരുന്ന പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അവിടെ നിന്നൊക്കെ ഗോതമ്പ് ട്രെയിനിൽ കൊണ്ടുവന്ന് ഇവിടെ മില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നോക്കിയതാണ്. അപ്പോൾ വളരെ സ്ട്രെയിഞ്ചായിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളികൾ അരി ആഹാരം കഴിക്കുന്നവരാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ല. നമ്മുടെ 55% പോപ്പുലേഷൻ നമ്മൾ ഗോതമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 45% ആൾക്കാരാണ് നമ്മുടെ അരി ആഹാരം കഴിക്കുന്നത്.
അപ്പോൾ നമുക്കിവിടെ അരി മാത്രമേ ഉള്ളൂ, ഗോതമ്പില്ല. അപ്പോൾ ഇതെല്ലാം വെളിയിൽ നിന്നാണ് വരുന്നത്. അതിലും വലിയൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മൾ 800 ടൺ ഗോതമ്പിൻ്റെ വേസ്റ്റാണ് ഒരു ദിവസം കേരളം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ദിവസം 800 ടൺ ഗോതമ്പിൻ്റെ എന്ന് വെച്ചാൽ ഗോതമ്പിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് ഗോതമ്പിൻ്റെ മുകളിലുള്ള തിന്നാൻ പറ്റിയ സാധനം നമ്മൾ കളയും. അതാണ് തവിടെന്ന് പറയുന്നത്. തവിട് മാറ്റിയിട്ടാണ് നമ്മൾ അതിനകത്തുള്ള പശയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ചപ്പാത്തി, മൈദ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പറയും മൈദ നല്ലതല്ലെന്ന് പറയും, പക്ഷേ മൈദയും ഗോതമ്പും ചപ്പാത്തിയൊക്കെ ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. അപ്പോൾ നമ്മൾ ഈ തവിട് കളഞ്ഞിട്ട് അതിനകത്തുള്ള സാധനം എടുത്ത് നമ്മൾ പശുവിനെ മാതിരി തിന്നും എല്ലാ ദിവസവും. പിന്നെ ഈ തവിടാണ് നമ്മൾ പശുവിന് കൊടുക്കുന്നത്, ഏറ്റവും നല്ല സാധനം, അതാണ് കഴിക്കേണ്ടത്. അത് കഴിക്കുന്നില്ല. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ അഗ്രികൾച്ചർ വേസ്റ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല ഇതിനകത്ത്. ഇവിടെ നെല്ലൊന്നും കൃഷി ചെയ്യുന്നില്ല. പിന്നെ ആകെ ഉള്ള പാലക്കാട്, അവിടെ നിന്നാണ് ഞങ്ങൾ നെല്ലിൻ്റെ ഉമി കൊണ്ടുവരുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ വേസ്റ്റാണ് എൻ്റെ ഫോട്ടെ. അത് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. അത് കൺവേർട്ട് ചെയ്യുമ്പോഴും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നെല്ല് അല്ലെങ്കിൽ കൃഷിയെല്ലാം പെസ്റ്റിസൈഡ്സ് ആണ് ഉള്ളത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെസ്റ്റിസൈഡ് മാറ്റിയ പ്രോഡക്റ്റ് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ പുഴുങ്ങിയ നെല്ലിൻ്റെ വേസ്റ്റ് ഞങ്ങൾ എടുക്കുകയുള്ളൂ. റോ റൈസ് വേസ്റ്റ് ഞങ്ങൾ തൊടില്ല. അപ്പം ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂറോപ്യൻ യൂണിയനും USFDA സർട്ടിഫൈഡ് ആസ് 0 പെസ്റ്റിസൈഡാണ്. അത്രയും കെയർ എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോന്നിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് വേണ്ട, ഞാൻ എപ്പോഴും കളിയായിട്ട് പറയാനുള്ള കാര്യമാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽ സർവീസും വേണം, പോറ്റി ഹോട്ടൽ റേറ്റും വേണം. ഇതാണ് മലയാളി. ഞാൻ പബ്ലിക് ആരും വേറെ ഒന്നും വിചാരിക്കരുത്. ഇതാണ് നമ്മുടെ ഒരു സംസ്കാരം. അങ്ങനെയാണ് നമ്മൾ പിന്നെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യും. നമുക്ക് നെഗറ്റീവ് കാണാനാണ് താല്പര്യം. ഒരാൾ പോസിറ്റീവായിട്ട് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതാണ് നമ്മുടെ സമൂഹം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ നല്ലത് കാണുമെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങളിൽ നിന്ന് തന്നെ ചേഞ്ച് തുടങ്ങട്ടെ. ആര് ചെയ്താലും, നിങ്ങളുടെ നെയ്ബർ ചെയ്താലും നിങ്ങളുടെ ഫാമിലി ചെയ്താലും അത് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ട്രിവാൻഡ്രത്ത് ഞാൻ അഗ്രികൾച്ചർ വേസ്റ്റ് ഇല്ല. അതാണ് എൻ്റെ ഫാക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിലാണെങ്കിലും ഞാൻ കേരളത്തിൽ നിന്ന് തന്നെയാണ് നെല്ലെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. സാർ, തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൽ നിന്നാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ച് മാനുഫാക്ചർ ചെയ്ത് തിരിച്ച് സെല്ല് ചെയ്യുന്നത്. പാലക്കാടിൽ നിന്നാണ് എടുക്കുന്നത്. പാലക്കാട് മട്ട ആ റൈസിൽ നിന്നാണ് എടുക്കുന്നത്. മനസ്സിലായി. സർ, പ്രോസ്പെറസ് ഓൺട്രപ്രണറിയൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, ക്വസ്റ്റ്യൻ ഇസ് ടു ബോത്ത് ഓഫ് യു. സർ, പ്രോസ്പെറസ് ഓൺട്രപ്രണറിയൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കേരളത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി തിരുവനന്തപുരത്തിൻ്റെ ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള 2 മേഖലകൾ. ഒന്ന് സേവന മേഖലകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് IT ആ ഒരു സെക്ടറുണ്ട്. 2 നമ്മുടെ ഒരു ഈ ഹെറിറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റേ സിനിമയിൽ പറയുമ്പോൾ മാരാരുന്ന തട്ട് താന്നിരിക്കുള്ളൂ, തലസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രൗഢിയും കുറച്ചപ്പുറത്ത് പത്മനാഭപുരം പാലസ് മുതൽ ഇങ്ങ് നമ്മുടെ ജഡായുപ്പാറ വരെ കിടക്കുന്ന അത്രയും എടുത്ത് നമുക്ക് പല 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 മോണുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സാർ, നമ്മുടെ കാന്തല്ലൂർ ശാലയെ പറ്റിയൊക്കെ സാർ സംസാരിക്കാനുണ്ടായിരുന്നു. സാർ, ഞാൻ പറഞ്ഞു വരുന്നത് ടൂറിസമാണ്. ടൂറിസം സെക്ടറിനെ പറ്റിയാണ്. നമുക്ക് ഒരുപാട് സാധ്യതകൾ, ഒത്തിരി സാധ്യതകൾ, ശരിക്കും തിരുവനന്തപുരത്തിനെ പ്രോസ്പെറസ് ആക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ടൂറിസത്തിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സുനിൽകുമാർ യോജൻ സാറുണ്ട്, അടുത്ത് എയർപോർട്ടിൻ്റെ അദാനി ഗ്രൂപ്പിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നതാണ്, ഞങ്ങൾ ഈ ടൂറിസം മേഖലയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ അന്വേഷിച്ചപ്പോൾ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉണ്ടായിരുന്നില്ല. നിലവിൽ നമുക്കിപ്പോൾ ഈ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള ഒരുപാട്, ഇപ്പോൾ ശംഖുമുഖം ആണെന്നുണ്ടെങ്കിലും ഈ പാലസ് ആണെന്നുണ്ടെങ്കിലും ജഡായുപ്പാറ ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റിക്കുള്ളിൽ തന്നെ പല പല കാര്യങ്ങളെയും കണക്ട് ചെയ്തുള്ളൊരു കണക്റ്റഡ് ടൂറിസം, അതല്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാക്കേജ് എടുത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ സെഷനുണ്ട്. നമ്മുടെ പ്രോസ്പെറസ് ആക്കാനായിട്ട് ടൂറിസത്തിന് ശരിക്കും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ? തിരുവനന്തപുരത്ത് ഒരുപാട് പേർക്ക് ജോലിയും വരുമാനവും പൈസയും ഒക്കെ ഉണ്ടാക്കി തരാൻ ആ മേഖലയ്ക്കുള്ള കഴിവില്ലേ? അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ സാർ? 2 പേരും. No, I understand tourism has a huge potential. Like when we were in college, Kovalam was rated
the second best destination in India geography, or Geography India or something like that. Some magazine had identified Kovalam as a must-visit destination. I don't remember the year it was. And suddenly Kovalam came into fame internationally. So what have we done in Kovalam? So when I was seeing Sir's product, all of us as students wrote a lot of reports on creating biodegradable ice cream cups and shell from coconut shell and a lot of stuff. But what today Kovalam is a load of waste dump in various places, be it plastic waste, food waste, whatever, and stray dogs. You have an international destination, that's what you're made of. A tourism is not just a circuit, it's also a destination, it's an experience. There's a lot of things which go along with tourism. And that is one more thing is your connectivity. If you have airport people coming in, talk to them. So how easy is it for somebody to reach Trivandrum and go from Trivandrum? Not even domestic travel is easy. So tourism doesn't come just by the circuits that you draw. You need to have proper connectivity. There is to be a destination which is to be maintained. Look at your traditional destinations you mentioned. The archaeology team has to ensure that it is maintained in the same level as it was. Otherwise there's nothing. You build a concrete structure over a traditional thing, then it doesn't appeal to you. So the destination, the experience that you get, experience would also mean how we treat people. So what are the facilities that you are in? I don't think you have a proper public toilet down there in any of these beaches. Correct, sir. Yeah? Correct. You get into the sands and you become dirty. You can't have a shower and go out of that place. So these kind of basic stuff is not there. So we talk about tourism, but none of this will act in silos. I think these will all act as a continuous thing. Since I'll add to it, since I saw Sunil sitting there, he's from the Virinjam port. So one more major thing that will come up is the logistics part. I hope you will discuss that. But today, how many of us are working towards creating a land bank or a warehouse or some other facility which is going to be the need when the next phase of their project gets live? The gateway, the hinterland activity is going to start. I think the port authorities or government will not be able to acquire land at very high prices and create a facility. You will have to pool land, people will have to come together, pool land like Magarpata or something and create a facility. And that is where the entrepreneurial intent comes into play. I think that's what I would like to say. Sir, same ചോദ്യം പക്ഷേ അതിന് മുന്നേ സാർ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പുറത്തൊരു കാര്യം കൂടി. ബിസിനസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് സപ്ലൈ. സാർ ഈ പറഞ്ഞതിൽ നിന്നും കൂടി അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സപ്ലൈ ആണോ ഡിമാൻഡ് എന്ന് പറയുന്ന ഓൺട്രപ്രണർ ആണോ വേണ്ടത് ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിൽ? എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഇമാജിൻ ദാറ്റ് വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ടു എ ഹെറിറ്റേജ് സിറ്റി. വി ഹാവ് ടു ഫസ്റ്റ് ഡിറ്റർമിൻ നമ്മൾ എന്തുവാണെന്ന്. എന്നാൽ then as soon as you land in Trivandrum, you are seeing, you're going through the technopark and everything, you're seeing not a heritage city. Okay. Even നമ്മൾ ആംസ്റ്റർഡാമിൽ ലാൻഡ് ചെയ്ത the airport is good, but then you see a very old city. It's a very prosperous city. ഈ ഇങ്ങനത്തെ flyovers ഒന്നും വേണ്ട to make it prosperous and successful. Even if you land into Paris, it is not as though you see വലിയ buildings ഉമല്ല. It is that. So first determination is what we actually are, and then work around it. നമുക്ക് അത് അല്ലാതെ when you get confused of what you are trying to do, it has come in a particular place, you need to develop the links to the port, the train on the road that has to happen. But the fact that port is there in Rotterdam doesn't disturb the whole city at all. It doesn't change the city part of it. The city is a particular way, and that intertwining is what is actually creating the problem. First determine, then you start working on it. Like what you said, if you keep the buildings. Now imagine there is an heritage building, like the palace is there. You build
100-story buildings around it, the palace's beauty is completely gone. Got it. You cannot then imagine that people will come and see the palace and enjoy it, because this takes away. It's like bad hoardings being done on a beautiful painting. But Ravi Verma painting is there. Valliya kore hoardings side vechittu you can't see. The fact that you have Ravi Verma painting and the fact that you have a beautiful paintings in the museum is not even advertised, and people don't even come to see it. Like what is happening in Paris or in London. That, if you are able to market it well, the kind of revenue that can create is far higher than all the other buildings that can actually happen. We are actually making a mistake in that whole thing. So first determine what you are and then start working around it. Got it. Sir, I really need, ഞാൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണർഷിപ്പിൻ്റെ വേറൊരു വശം, അതായത് ഓൺട്രപ്രണർഷിപ്പിൻ്റെ അപ്പുറത്തെ വശം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. വേറൊന്നുമല്ല, ഒരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ടീമിന് സക്സസ് ആക്കാൻ പറ്റുന്ന എംപ്ലോയീസും കൂടി റിസോഴ്സസും കൂടി അതോടൊപ്പം വേണം. സോ സിൻസ് യു ആർ ഹെഡിങ് ദാറ്റ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വിങ്, നമുക്കിവിടെ തിരുവനന്തപുരത്ത് നിന്ന് നല്ല റിസോഴ്സസ് ഉണ്ടോ? ആ നല്ല റിസോഴ്സസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രൊഫഷണലായിട്ടുള്ള നല്ല, ഓൾ ഓഫ് യു ആർ കമ്മിങ് ഫ്രം കുറച്ച് കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കൂടിയാണ് വരുന്നത്. നമുക്കിവിടെ നമുക്ക് ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് സർ, HR, ഫിനാൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്കൊരു BA, BCA, BSc അതൊക്കെ പഠിച്ചിറങ്ങുന്ന, MA, MC, MSc ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഈ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ വരുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല റിസോഴ്സസ് ആക്കി മാറ്റിയെടുക്കാൻ അത് കഴിയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് സർ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പല കോളേജുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പം ബേസിക്കലി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം അനുസരിച്ച് എല്ലാ കോളേജിലും ഇന്നൊവേഷൻ ഹബ്ബ് വേണമെന്നാണ് നിർബന്ധം. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇന്നൊവേഷൻ എന്തെന്ന് അറിയില്ല. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ആദ്യം ആ ടീച്ചേഴ്സിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനെപ്പോഴും പലപ്പോഴും എനിക്ക് ചീത്ത കേട്ടിട്ടുള്ളതാണ്, ഞാൻ പബ്ലിക്കായിട്ട് പറയാറുണ്ട് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ, ഒരു PhD അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളൊരു എൻ്റർപ്രണറെ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ളൊരു കുട്ടിയെ നിങ്ങളെങ്ങനെ കൈപിടിച്ച് അതൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ആ സസ്റ്റൈനബിലിറ്റി ക്ലബ്ബ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദി കോളേജസിലൊക്കെ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാംകെ വാസ്തേ ഒരു സാധനം ഉണ്ടാവും, അതിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും, കുറച്ച് പേര് ഹാർഡ് വർക്ക് ചെയ്യും, കുറച്ച് പേര് അതൊരു ഗെയിമായിട്ട് മാറും. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി അല്ല, ഈ ഒരു ഇന്നൊവേഷൻ ഹബ്ബ് എന്നുള്ളത് ഇപ്പോൾ എല്ലാ കോളേജസിലും ഉണ്ട്. അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും ചിലപ്പോൾ പൊങ്ങി വരുന്നത്, അത് മതി. പക്ഷെ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ആ കോളേജിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അതൽ ഇന്നൊവേഷൻ ഹബ്ബ് എന്നൊക്കെ പറയുന്ന കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അത് നമ്മൾ കൊടുത്തിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ ഇത് വലിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു പുതിയൊരു എൻ്റർപ്രണർഷിപ്പ് കൾച്ചർ വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എല്ലാവരും കൊണ്ടുവരുന്ന ഇന്നൊവേഷൻ ഒന്നും സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചാൻസ് ഉള്ളൊരു സ്റ്റേറ്റാണ്, നമ്മൾ എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നൊവേഷൻ ക്രേസി ഐഡിയാസ് ഉള്ള പിള്ളേരാണ്. പക്ഷെ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ അത് ശരിക്കും നല്ല രീതിയിൽ, പിന്നെ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷന് സപ്പോർട്ട് ചെയ്യുന്നതിലും കൂടുതലാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഗ്രാൻഡ് കിട്ടിയ ആളാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു 1800 ആപ്ലിക്കേഷൻസ് എന്താ വന്നതിൽ നിന്ന് അവർ 800 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 200 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ച് അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു 40 പേരെ ഫൈനൽ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്ത് 8 പേർക്ക് ഗ്രാൻഡ് കൊടുത്തിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അറിയാമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു എൻ്റർപ്രണർ എന്നുള്ളത്. അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ആ ഗ്രാൻഡ് കൊടുക്കാനുള്ള അത്ര ഫെസിലിറ്റി ഉള്ളൂ. അപ്പം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഐഡിയ ഭയങ്കര ഗ്രാൻഡാണെന്ന്. പക്ഷേ അതാ ഞാൻ പറഞ്ഞ ഈ കോളേജ് ലെവലിൽ ഇതൊന്ന് കൈപിടിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ഒന്ന് അത് ഫൈൻ ട്യൂൺ ചെയ്ത് ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
എല്ലാവർക്കും അത് ഈസി ആയിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സർ, ഇതിൽ നമ്മൾ what you call this, we started the innovation entrepreneurship development cells in colleges for the same reason. I had two reasons. One, we had students dropping out of their college, not completing their studies and then getting into this because it was a fad in 2014. So we wanted to stop it. I wanted to say that you try it out when you are in college. If you fail, you have a good project report. Anyway, you have to submit a project. If you succeed, then we will support you through. And that is how the IEDC network was started in Kerala Startup Mission. But as a philosophy, if you ask me, what you need to teach your kids is to question things. We teach everyone to be compliant and obedient. We don't let people ask questions. And an inquisitive mind is a basic requirement for any innovation for that matter. If you are somebody who accepts the status quo, and we don't have, this has been, ഏതാ ഒരു മലയാളത്തിൽ ഫിലിം പറയുന്നത്, ഇത് ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെ, if you are that kind of a person who keeps following what is there, you are part of the herd. It is actually the guy who deviates, who thinks different, who will become an entrepreneur, who will think differently, or he becomes an innovator or entrepreneur. So that's where I initially said, you come into that standard template of a salaried security. I don't say it is wrong. If your priorities are that, do that. But you will not become an entrepreneur. Right? So back in my company earlier, when I was in TCS, I was a quality manager. So I used to tell them that one end you say that you are a CMM level 5, which means that zero deviation. And if you don't deviate from the routine, how do you innovate? Correct. Got it. So you can't be compliant and innovative together. Got it. Either of them. You cannot be compliant and innovative together. That's a big statement, guys. Please give him a good round of applause, please. Sir, same question on a different tone. ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 5.5 ലക്ഷം കുട്ടികളാണ് ഒരു മാസം, ഒരു വർഷം എനിക്ക് തോന്നുന്നു കോളേജ് ലെവലിൽ നിന്നും കേരളത്തിൽ പുറത്തോട്ടിറങ്ങുന്നത് എന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയൊരു ഡേറ്റ. അപ്പോൾ ഇത്രയും പേർക്ക് ജോലി ആര് കൊടുക്കും? അപ്പോൾ ഇത്രയും പേര് ഇറങ്ങിയിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറച്ചിച്ചിരി കൂടുതലാണ് രാജ്യത്ത് എന്നുള്ളതാണ് വേറൊരു അറിവ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അപ്പോൾ ഒരുപാട് പേര് ജോലി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ജോലി കൊടുക്കാനൊരു ഓൺട്രപ്രണർ വേണം. അത് ചെറിയ ആളായിക്കോട്ടെ, MSME ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു ഓൺട്രപ്രണർ വേണം. ഈ ഓൺട്രപ്രണേഴ്സിനെ തളർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ പറയുകയാണെങ്കിൽ തോൽവിയാണ്. തോൽക്കുക എന്നുള്ളതാണ്. സർ, തോൽക്കുക എന്നുള്ളത് ഇത്രയും മോശമായ കാര്യമാണോ? ഈ ഓൺട്രപ്രണർഷിപ്പിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. കാശ് നഷ്ടപ്പെടുക, പണം നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. പണം നഷ്ടപ്പെട്ടവൻ എപ്പോഴും മോശക്കാരനാണ്, തെറ്റുകാരനാണ്, അല്ലെങ്കിൽ അതെന്തോ വളരെ വലിയൊരു പാതകമാണ്. അങ്ങനെ എല്ലാ ബിസിനസ്സും എപ്പോഴും ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവിടെ കച്ചവടക്കാർ എത്ര പേര് വരുമെന്ന്. അങ്ങനെ ഒരു ഓൺട്രപ്രണറിനെ എക്കോസിസ്റ്റം ഉരുവാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിഗ്രഡേഷനിലോട്ട് പോകില്ലേ? തോൽക്കുക എന്ന് പറയുന്ന ഒരു തെറ്റാണോ സർ? എനിക്ക് തോന്നുന്നു തോൽക്കുന്ന ഈസ് ദി പാർട്ട് ഓഫ് എൻ ഓൺട്രപ്രണർഷിപ്പ്. ഈ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ. ഇത് നോട്ട് ജസ്റ്റ് ഫോർ ഓൺട്രപ്രണർ. ഒരു സിനിമയ്ക്ക് ആക്ട് ചെയ്യാനായിട്ട് പോയാൽ ദി നമ്പർ ഓഫ് പീപ്പിൾ തോൽക്കുന്ന ഈസ് എക്സ്ട്രീംലി ഹൈ. ഇറ്റ് ഈസ് ഓൺലി ദാറ്റ് യു ഡോണ്ട് നോ. നമ്മൾ ഇമാജിൻ ദാറ്റ് യു വോണ്ട് ടു ബി എ മ്യൂസിക് ഡയറക്ടർ. How many people do you know? There are so many aspirants for that. So many models who wants to become a model. This is part of നമ്മളൊരു അരവിന്ദിനെയോ അടൂർ ഗോപാലകൃഷ്ണനെയോ ഉണ്ടാക്കണമെങ്കിൽ there needs to be a process of തോൽവികൾ. There are hundreds of that is what makes the exception. ഈ തോൽക്കുന്ന is part of that whole system of creating that leader. ഈ തോൽവി ഈസ് നോട്ട് ജസ്റ്റ് ഇൻ കേരള. നമ്മൾ ടുഡേ ഈ ഇൻ്റർനെറ്റ് ടൈമിൽ if your product needs to succeed, it has to be world leaders. You just cannot, because നമ്മളുടെ ഒരു പ്രോഡക്റ്റ്, imagine it is not good, somebody from outside will just come over and take the space. നമ്മളിപ്പോൾ ഒരു ഷർട്ട് ഉണ്ടാക്കിയാൽ തന്നെ ടുഡേ somebody from internationally will come and take over. It is only a matter of time that the borders will be open. അപ്പം നമ്മളുടെ കാർ നല്ല അല്ലെങ്കിൽ the foreign car will sell. There is nothing you can do.
പക്ഷേ ഈ തോൽവിന്ന് can you study? That is the difference between a successful entrepreneur and not. ഇത് തോക്കുന്ന is a normal thing. Every entrepreneur, for every success, there will be at least 1 million failures, and that happens every day. Our processor, which he is saying that he doesn't believe he succeeded as yet. It is a process. ഈ പ്രോസസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആൻഡ് ഈ ഒരു ഓണ്ടർപ്രണറിൻ്റെ ഒരു ഹാർട്ട് ഈസ് വെരി സിമിലർ ടു എ മ്യൂസിഷ്യൻ ഓർ എൻ ആർട്ടിസ്റ്റ്. ഇറ്റ് ഈസ് ബേണിംഗ് ആസ് മച്ച് ആസ് ദാറ്റ്. ആ ആർട്ട് വെളി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചലഞ്ചാണ് നമുക്ക് എപ്പോഴും. ഈ മോസ്റ്റ് ഓഫ് ദി ടൈം his children will benefit from the innovations that he has done. എല്ലാവരുടെയും കുട്ടികളാ that they will benefit. They might not have to do anything. They will just get a patent amount of money which is unimaginable at that point of time. ആ പ്രോസസ്. പക്ഷെ ദാറ്റ് ഓണ്ടർപ്രന്യൂർ doesn't stop just because he has money, just because. ഇപ്പം ഇലോൺ മസ്കിൻ്റെ വീട്ടിൽ അമ്മ had gone, his mother had gone about a month back. It is a 320 square feet house, rented space. Toiletry chenappa there was only one towel, so she didn't have a bath, because if she uses, Elon Musk cannot have a bath. He has given away all the properties because he believes that adonnu alla important thing. He is thinking about today listing a company at $1.6 trillion, which will happen in the next 1 or 2 months. That is what he is more interested. So the amount of pain that he actually takes, let alone all the other messages that come in X and everything. For every message that he gives, there are millions of people making him a failure, creating problems and everything. Adina, are you able to develop and become a better person? That is the challenge. Got it. Sir, same question quickly. Sir, ഒരു തോറ്റു പോയിട്ടുള്ള ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ അല്ലെങ്കിൽ ലോസ് ആയിട്ടുള്ള ഒത്തിരി ഓണ്ടർപ്രണേഴ്സിനെ സാർ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടാവും. സർ, ഇനിയും നമ്മൾ പലരും ട്രൈ ചെയ്യുന്നുണ്ട്, പല കുട്ടികളും പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. വാട്ട്സ് യുവർ മെസ്സേജ് ടു ദം, സർ? No, I think it's up to you that, like, how do you define that particular failure? So if I try something, I don't get the sufficient amount of money that I thought through. Is that the measure of failure? I try an innovation that doesn't work the first time. Is it a failure? So it's up to you to define at what level you think that I'm done, I'm exhausted. I think that point, it's a failure. So 2016-17, when we made the startup policy, so I was part of the team who worked on it. So what we written that the venture could fail, but the entrepreneur never fails. Okay. Right. Okay. Correct. So correct. what we try to do is, if one fails, so we have this slightly cliched by the story of incandescent bulb. It was tried 1,000 times, failed, and then he succeeded after that. So I think that's the point. I think you draw your line as to where exactly is the failure. What becomes a failure? Like we say for risk. So what is risk? Anything that goes beyond your planned thing is a risk. Be it money, movement, whatever. So how much can you take is the question. So how many failures can you take? What is your capacity? That determines what level of entrepreneur you are. And if you don't have it, don't attempt it. That's it. Thank you, sir. Sir, move on എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ്. The same question. How to move on from a failure? ഇപ്പോഴത്തെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് എവറി മൊമെൻറ്റ് ഇസ് എ ചേഞ്ച്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഗംഭീരമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇറ്റ് ചേഞ്ചസ് ഇൻ എവറി സ്പ്ലിറ്റ് സെക്കൻഡ്. നമ്മുടെ കംപ്ലീറ്റ് സിനാരിയോ മാറുകയാണ്. നമ്മൾ ആ പ്രോഡക്റ്റ് സക്സസ്ഫുള്ളായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഡിലേ, അല്ലെങ്കിൽ ആ റൈറ്റ് മോമെൻറ്റിൽ ആ പ്രോഡക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് എവർ യു ഡു വിൽ ബി എ ഫെയിലിയർ. പിന്നെ അതൊന്ന്. നമ്പർ 2, ഫെയിലിയർ കണ്ടിട്ട് നിങ്ങൾ മാറി നിൽക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒന്ന് നിങ്ങൾ തന്നെയാണ്. 2, യു ഹാവ് ടു വാലിഡേറ്റ് ഇറ്റ്. നിങ്ങളുടെ ആ പ്രോഡക്റ്റ് ഇപ്പോൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മേ ബി ഇൻ എ കപ്പിൾ ഓഫ് മന്ത്സ് ടൈം അത് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ഒരേ സമയം, ഞാൻ കേട്ടിട്ടുള്ളതാണ്, നിങ്ങളുടെ സെയിം ഐഡിയ ഒരു 7 പേര് വേൾഡിൻ്റെ പല ഭാഗത്തും ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണൊരു മാർക്കറ്റ്, ഒരു എന്താ പറയുക, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആരാണോ ആദ്യമായിട്ട് വരുന്നത് ഈ ബിക്കം സക്സസ്ഫുൾ. അതാണ് അതിൻ്റെ സംഭവം.
അപ്പോൾ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ആരും അത് വെച്ചിട്ട് നിൽക്കരുത്. ബട്ട് ബെറ്റർ ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി വാലിഡേറ്റഡ്, പിന്നെ എർലിയർ ദ ബെറ്റർ. അത്രേ എനിക്ക് പറയാൻ പറ്റും. എല്ലാവരും കോപ്പി ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രോഡക്റ്റ് കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചുമ്മാ നെല്ലിൻ്റെ ഉമിയിട്ട് ഇങ്ങനെ ചുമ്മാ അടിച്ചാൽ മതി, പ്ലേറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോ ചൈനയിൽ അയച്ചു കൊടുത്ത് 10 മെഷീൻ ചൈനയിൽ നിന്ന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉള്ള ആൾക്കാർ ഇമ്പോർട്ട് ചെയ്തു. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മെഷീൻ മാത്രം പോരാ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ആ 10 മെഷീൻ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് നിങ്ങളുടെ തന്നെ സീക്രട്ടാണ്. അത് കഴിയുന്നതും പലരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ദെൻ ചാൻസസ് ഓഫ് സക്സസ് വിൽ ബി മോർ ബെറ്റർ. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. Okay. Thank you, sir. With that one, we are winding up the session. Thank you so much, Rajmohan sir, Jayasankar sir, and Vinay sir. Thank you so much, guys. Antharprerana.